നമസ്കാരം. എല്ലാ ആത്മീയ വിശ്വാസികൾക്കും എൻ്റെ 11ാമത്തെ ദിവസത്തെ ഉപവാസത്തിൻ്റെ ഈ ഒരു മീറ്റിങ്ങിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എല്ലാവരെയും പ്രൈസ് ദി ലോർഡ് പറയുന്നു. സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, ഇന്ന് നമ്മൾ പുതിയൊരു വിഷയത്തിൽ നമ്മൾ ചിന്തന മനനം ചെയ്യുന്ന അത് ഗോസ്പൽ ഓഫ് മാത്യുവിൻ്റെ 18ാം അധ്യായം 18 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ചിന്തിക്കുന്നത്. ഇത് നമ്മുടെ ആത്മീയപരമായ അധികാരത്തെ പറ്റിയും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് യഹോവയെ സ്തുതിക്കുന്ന ആരാധിക്കുന്നതിനെ പറ്റിയുമാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഈ 18ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കലീശയിൽ നമുക്ക് ജീവനും നമ്മൾ എങ്ങനെ നമ്മൾ ജീവിക്കണം, നമ്മൾ താഴ്മയോടുകൂടി എങ്ങനെ ജീവിക്കണം, നമ്മുടെ നഷ്ടപ്പെട്ട ചെമ്പരിയാടിനെ എങ്ങനെ പിടിക്കണം, കൊണ്ടുവരണം, അതുപോലെ നമ്മുടെ സഹോദരന്മാരുടെ അപരാധങ്ങൾ എങ്ങനെ ക്ഷമിക്കപ്പെടണം എന്നുള്ളതിനെ പറ്റി വിഷയത്തെ പറ്റിയാണ് നമുക്ക് ശിക്ഷ തരുന്നത്. ഈ 18 മുൻപുള്ള 15, 17 നമുക്ക് നമ്മുടെ ചർച്ചസിലും കലീശയിലും ഉള്ള ഡിസിപ്ലിനെ പറ്റിയാണ് പറയപ്പെടുന്നത്. ഇന്നലെ അതിൻ്റെ കണ്ടിന്യൂവേഷനിൽ 18, 20 നമുക്ക് ഈ യേശു തമ്പുരാൻ നമ്മുടെ കലീശയിൽ ആത്മീയപരമായിട്ട് നമ്മളുടെ വളർച്ച എങ്ങനെ ഉണ്ടാവും, സമൂഹപരമായിട്ട് നമുക്ക് എങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് സാമർഥ്യം നമുക്ക് കിട്ടും, ഈ വിഷയത്തിലാണ് അദ്ദേഹം ഇതിൻ്റെ അകത്ത് നമ്മളെ ഉത്ബോധിച്ചതും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയതും. നമ്മൾ ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ഈ ശിക്ഷണം ഉണ്ടല്ലോ, നമ്മളൊരു വ്യക്തിപരമായിട്ടല്ല, ഇതൊരു കലീശപരമായിട്ട് സമൂഹപരമായിട്ട് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണമെന്നുള്ളതിനെ വിഷയത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 18ാം നമ്പർ ഇതിൻ്റെ അകത്ത് പറയപ്പെടുന്നത് ഇങ്ങനെ പറഞ്ഞു, അതായത് നീ സ്വർഗത്തിൽ അഴിക്കുമ്പോൾ ഭൂമിയിൽ നീ കെട്ടുമ്പോൾ ഞാൻ ഈ പ്രകാരം പറയുന്നത്, ഞാൻ നിന്നോട് സത്യമായിട്ടും ഞാൻ നിന്നോട് പറയുന്നു, നിങ്ങൾ പലരും ഭൂമിയിൽ കെട്ടുവാണെങ്കിൽ ഞാൻ സ്വർഗത്തിൽ കെട്ടും, നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ അഴിച്ചാൽ ഞാൻ സ്വർഗത്തിൽ വരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. ഇതിൻ്റെ അകത്ത് 2 വാക്കാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് കെട്ടുക, ഒന്ന് അഴിക്കുക. ഈ കെട്ടുക അഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ യഹൂദ ശിക്ഷയുടെ ഒരു ഭാഷയുടെ ഒരു സ്റ്റൈലാണിത്. കെട്ടുക എന്ന് പറയുന്നത് ഏതെങ്കിലും കാര്യങ്ങളെ തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് അതിനെ നിർത്തലാക്കുക എന്നുള്ളതാണ് അത് കെട്ടുക എന്നുള്ളതിൻ്റെ ആ ഉദ്ദേശം മനസ്സിലാക്കുന്നത്. അതേസമയം അഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഓർഡർ തന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പറയുക, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ബന്ധനത്തിൽ നമ്മളെ മുക്തരാക്കുക. ഇതാണ് അഴിക്കപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയമായിട്ട് അധികാരം നമുക്ക് ൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കാണുമ്പോൾ ഈ നമ്മുടെ ചർച്ചസും കലീശയിലും നമ്മുടെ യഹോവയുടെ ആഗ്രഹം അനുസരിച്ച് നമുക്ക് നമുക്കെടുക്കാൻ സാധിക്കും എന്നുള്ളതിന് തെളിവാണ് നമ്മൾക്ക് ഇതിവിടെ കാണാൻ സാധിക്കുക. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗോസ്പൽ മാത്യൂസിൻ്റെ 16ാം അധ്യായം 19ാം വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നത്, അതായത് നമ്മുടെ ഞാൻ സ്വർഗത്തിൻ്റെ താക്കോൽ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ എന്തൊക്കെ കെട്ടുന്നോ അതെല്ലാം ഞാൻ സ്വർഗത്തിൽ കെട്ടിയിരിക്കുന്നു, നീ എന്തെല്ലാം ഭൂമിയിൽ അഴിക്കുന്നോ ഞാൻ അത് സ്വർഗത്തിൽ അഴിച്ചിരിക്കും. ഇത് പത്രോസിന് യേശു ക്രിസ്തു കൊടുത്ത താക്കോലാണ്. ഈ താക്കോലാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കിടക്കുന്നത്. ഈ താക്കോൽ കൊണ്ടാണ് നമ്മൾ ഇന്ന് കലീശ ഓടിക്കുന്നത്. അപ്പം നമ്മൾ പത്രോസിന് കിട്ടിയ പവിത്രാത്മാവിൻ്റെ താക്കോൽ, ആ താക്കോൽ ഇതാണോ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പം നമ്മൾ ഓരോരുത്തരും കലീശ ഒരു ബിസിനസ് മാതിരി ഓടിക്കുന്നു. പക്ഷെ അതല്ല. അന്നത്തെ കാലത്ത് പവിത്രാത്മാവിൽ കൂടി നമ്മുടെ ആത്മാവിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കലീശകളിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒറ്റ മനസ്സോടുകൂടി ഒറ്റ ഹൃദയത്തോടുകൂടി നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ആ താക്കോൽ നമ്മുടെ കയ്യിൽ യേശു ക്രിസ്തു തരുന്നതായിരിക്കും. അതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. അതുപോലെ ഗോസ്പൽ ജോണിൻ്റെ 20-23 നമ്മൾ കാണുമ്പോൾ നമുക്ക് ക്ഷമിക്കപ്പെടുന്ന താക്കോൽ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവരെ ക്ഷമിക്കാനായിട്ടുള്ള ശക്തിയും നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മളെ യഹോവയെ ഏൽപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ നമുക്ക് മനസ്സിലാകേണ്ടത്, നമുക്ക് ഒത്തിരി അധികാരങ്ങൾ നമുക്ക് യേശു ക്രിസ്തു പോകുന്നതിന് മുൻപ് നമുക്ക് തന്നിട്ടുണ്ട്. 20:23 എന്തുവാണ് പറയുന്നത്? നീ ആരുടെ പാപം ക്ഷമിക്കപ്പെടുമോ ഉനക്ക് അവരുടെ പാപമുള്ളവരാകുന്നു, അവരുടെ പാപം ക്ഷമിക്കാനായിട്ട് നിനക്ക് സാധിക്കും. ആരെ നീ വയ്ക്കാൻ ആഗ്രഹിക്കുന്നോ അവർ നീ വയ്ക്കപ്പെടും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സ്വർഗത്തിൻ്റെ താക്കോൽ നമ്മുടെ ഈ തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ പാപം ക്ഷമിക്കാനുള്ള സാമർഥ്യവും നമുക്ക് തന്നിട്ടുണ്ട്. 19-ാം പദത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഇത് നിങ്ങൾ ഒരു മനസ്സോടുകൂടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ഇവിടെ പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ ഭൂമിയിൽ രണ്ട് ആൾക്കാർ ഭൂമിയിൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു മനസ്സായിട്ട് അത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പിതാവ് സ്വർഗത്തിൽ നിന്ന് അത് നിങ്ങൾക്ക് നൽകപ്പെടും. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ കൂടി നമ്മൾ രണ്ടുപേർ കൂടി യഹോവയോട് നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് ഒരു മനസ്സും ഒരു ഹൃദയവും ഒരു ചിന്താഗതിയോടുകൂടി ചെയ്താൽ നിശ്ചയമായിട്ട് അത് നമുക്ക് കിടക്കും. അത് ഒരു മനസ്സ് എന്നതാണ് അവിടെ പറയപ്പെടുന്നത്. അതിന് സിംപോനെയോ എന്നാണ് യുനാനി ഭാഷയിൽ നമ്മൾ പറയപ്പെടുന്നത്. ഹൃദയം ഒന്നായിരിക്കണം, ഹൃദയവും ഉദ്ദേശവും ഒന്നായിരിക്കണം. നമ്മൾ ഒന്നിച്ചിരിക്കുക മാത്രമല്ല, ആത്മീയമായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിത്തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 1:14 പറയുന്നത് ഒരു മനസ്സ് കൊണ്ട് പ്രാർത്ഥന ചെയ്യിപ്പിന്നാണ് പറയുന്നത്. ഒരു മനസ്സുകൊണ്ട് പ്രാർത്ഥന ചെയ്യും, ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സായി മാറി നിങ്ങൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുകൊണ്ടാണ് അവിടെ മത്യാസ് എന്ന് പറയുന്ന ഒരു യഹൂദനെ 12ാം ശിഷ്യനായിട്ട് നമ്മൾ എടുക്കുക. അതായത് യൂദാ ഇസ്കറിയോത്ത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വേക്കൻസി വന്നു. ആ വേക്കൻസിയിൽ ഒരാളിനെ എടുക്കാനായിട്ട് ചെയ്തപ്പോൾ അവിടെ സ്ത്രീകളും ആ പുരുഷന്മാരും എല്ലാം കൂടെ ഇരുന്ന്, അതിൻ്റെ അത് മാതാ മറിയമും കൊണ്ട് അവരെല്ലാം കൂടെ ഇരുന്നു കൊണ്ട് ഒറ്റ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചപ്പോഴാണ് മത്യാസിനെ അവർ അവിടെ തിരഞ്ഞെടുക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും നമ്മൾ ഒറ്റ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കലീശയിലും നമ്മുടെ കലീശയെ ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളിലും നമ്മൾ ഗവർണിംഗ് ബോഡിയിലേക്ക് നമ്മൾ എടുക്കപ്പെടണം. അതിന് നമ്മൾ കലീശയിൽ ഒറ്റക്കെട്ടായിട്ട് ഈ ഉപവാസത്തിൽ നിന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നല്ല ഒരു വ്യക്തിത്വത്തിനെ നമുക്ക് അവിടെ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അത് നമ്മളെ മാതൃകപരമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 20-ാം പദത്തിൽ നമ്മൾ ഈ ഫിലിപ്പീൻസിൻ്റെ ബുക്കിൽ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഒറ്റ മനസ്സോടുകൂടി നിങ്ങൾ ഒരേ ചിന്താഗതി നിങ്ങൾ വെക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ഉദ്ദേശം സാധിക്കത്തുള്ളൂ. എൻ്റെ അത് പറയുന്ന നിങ്ങൾ ആനന്ദം ചെയ്യണം. അതുപോലെ ഒരു മനസ്സായിരിക്കണം. ഒരു മനസ്സും ഒരു ഹൃദയവും ഒരു ചിന്താഗതിയും ആയിത്തീരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് താഴ്മയോടുകൂടി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കത്തുള്ളൂ. അല്ല നമുക്ക് ഒരു കാര്യവും സാധിക്കത്തില്ല. 20-ാമത്തെ പദത്തിൽ എന്താണ് പറയുന്നത്? നമ്മൾ വായിക്കുന്നത്, നമ്മൾ 2-3 പേര് യഹോവയുടെ പേരിൽ നമ്മൾ ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കും, ഒരു മനസ്സും ഒരു ഹൃദയവും ഒരു ചിന്താഗതിയിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ യഹോവയുടെ പവിത്രാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് അഭിഷേകം ചെയ്യും. നമ്മുടെ കാര്യങ്ങൾ അവിടെ സാധിക്കും. നമ്മളിന്നത് ആ പ്രാർത്ഥന നമ്മളിൽ കുറവായി മാറിയിട്ടുണ്ട്. അത് കുടുംബങ്ങളിലായിരുന്നാലും ശരി, കലീശയിലായിരുന്നാലും ശരി, ചർച്ചസിലായിരുന്നാലും ശരി, അവിടെ എല്ലാം നമുക്ക് ഇത് പ്രയോഗം നമ്മൾ ചെയ്ത് നമ്മൾ യേശുക്രിസ്തു പറഞ്ഞ പ്രകാരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ പേര് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, എൻ്റെ പേരെടുത്ത് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. അവിടെ യേശുവിൻ്റെ സ്വഭാവത്തെയും ആഗ്രഹത്തെ പറ്റിയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല പറയുന്നത്. നമ്മുടെ യഹോവയെ മഹിമപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയ്ക്കുണ്ടായിരിക്കും, ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് വന്നു വരും,
നമ്മൾ ഒറ്റ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ യഹോവ നമ്മുടെ ഇടയ്ക്ക് വന്ന് ഇറങ്ങിയിരിക്കും. ഇത് നമുക്ക് യഹോവ നമുക്ക് തന്നിരിക്കുന്ന ഒരു ശബ്ദമാണ്, ഒരു ഓത്താണ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. അത് നമ്മൾ അവിടെ സംഖ്യാബലത്തിന് അർത്ഥമില്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്കാണ് അർത്ഥമുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഇത് മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ മൊത്തം വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. അതായത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എത്ര പേര് സംഖ്യയിലുണ്ടെന്നുള്ളതല്ല, അവിടെ നമ്മൾ പ്രാർത്ഥനയിൽ ഒറ്റക്കെട്ടായിരിക്കണമെന്ന് മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ശക്തി കിട്ടുകയും നമ്മൾ ഒറ്റയായിട്ട് നിൽക്കുകയും ചെയ്യും. ഈ യേശു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ പവിത്രതയോടുകൂടി ഒറ്റക്കെട്ടായി നിൽക്കണം, എങ്കിൽ മാത്രമേ നമ്മളെ ശക്തി നമ്മളിൽ വരത്തുള്ളൂ. കലീശയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആത്മീയ അധികാരങ്ങൾ നമുക്ക് പാപത്തിനെ വെടിയിപ്പിക്കാൻ വേണ്ടി നമുക്ക് തരുന്നുണ്ട്. ആത്മീയ അധികാരം നമുക്ക് സത്യം വിളിച്ചു പറയാനായിട്ട് നമുക്ക് അധികാരം. ഇന്ന് നമ്മൾ കലീശയിൽ സത്യം വിളിച്ചു പറയുമ്പോഴത്തേക്ക് അവരെ പാപികളായി മാറുന്നു. അപ്പം നമ്മൾ കലീശയിൽ കാണുന്ന തെറ്റിനെ സത്യം വിളിച്ചു പറയണം. തെറ്റ് കണ്ടാൽ നമുക്ക് സത്യം വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് നിങ്ങളുടെ ദേഹത്ത് പവിത്രാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളത് ചെയ്യത്തുള്ളൂ. അതിന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും സത്യം വിളിച്ച് പറയാനായിട്ട്. ഇന്ന് ആര് സത്യം പറയുന്നോ അവരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പ്രാർത്ഥന നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള പീഡനങ്ങളും നമ്മളെ തകർത്ത് കളയാനായിട്ടുള്ള ശക്തി നമുക്ക് ദൈവം തരുന്നുണ്ട്. ഇവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് 16 അധ്യായം 25 തൊട്ട് 26 വരെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? പൗലോസും സിലാസിനെയും ബന്ദിഗ്രഹത്തിൽ ഇട്ട സമയത്ത് അവരവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു, ഗീതങ്ങൾ പാടുന്നു. അപ്പോഴുണ്ടല്ലോ ആ ബന്ദിഗ്രഹത്തിലുള്ള ബന്ദികളും ഉണ്ടല്ലോ ആ പാട്ടിൽ സഹകരിച്ചു. അങ്ങനെ വന്നപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാവുന്നു. ആ ബന്ദി ഇവരുടെ ചങ്ങലകളെല്ലാം പൊട്ടിപ്പോന്നു. അങ്ങനെ ഇവർ രക്ഷപ്പെടുന്നു. അപ്പോൾ ഇത് ദൈവത്താൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല സഹോദര. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കാര്യമാണ്. അപ്പോൾ ഒറ്റ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ യെരിയോയിൽ നമ്മുടെ യോശു ആക്രമണം ചെയ്യാനായിട്ട് സാധിച്ചപ്പം അവരുടെ പട്ടാളക്കാർ വളരെ കൂടുതലായിരുന്നു. അവിടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ ചെയ്തത്? യഹോവ അവരോട് പറയുന്നു, നീ 6 ദിവസം നീ ആ ഭിത്തിക്ക് ചുറ്റും പ്രാർത്ഥനയോടുകൂടി നീ കറങ്ങൂ. ആ ഭിത്തിക്ക് ചുറ്റും 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം 6 പ്രാവശ്യം കറങ്ങി. അപ്പോൾ അങ്ങ് തന്നെത്താൻ ആ ഭിത്തികളെല്ലാം ഇടിഞ്ഞ് പൊളിങ്ങിപ്പോയി. അങ്ങനെ ആ യെരിയോയിലേക്ക് അവർ കനാൻ ദേശത്തിൽ കയറുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചരിത്രമായിട്ട് നമ്മളെ എല്ലാം ദൈവം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളത് പഠിക്കുന്നുണ്ട്, പക്ഷേ നമ്മളാരും പ്രയോഗിക്കുന്നില്ല, നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ഒറ്റ മനസ്സോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ 4 അധ്യായം 24 തൊട്ട് 31 വരെ പറയുന്ന ഇതാണ്, നമ്മൾ ഒരു മനസ്സോടുകൂടി ഒരു ഹൃദയത്തോടുകൂടി നമ്മൾ ഈ കലീശയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചർച്ചസിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കപ്പെടണം. അതാണ് പല പള്ളികളിലും ഈ നോയമ്പ് കാലത്ത് ഒറ്റക്കെട്ടായിട്ട് ഇന്ന് എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനയിൽ മാത്രമേ ദൈവം നമ്മളെ പവിത്രാത്മാവ് കൂടി അവിടെ ഇറങ്ങപ്പെടുത്തുള്ളൂ. അത് ചെറിയ സഭയായിരിക്കും, വീട്ടിലായിരുന്നിരിക്കും, അല്ലെ കലീശയിലായിരിക്കും, വലിയ സഭകളെ അവിടെ എല്ലാം ദൈവം അവിടെ ഇറങ്ങുന്നു. യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 16-ാം വാക്യത്തിലും ഇതേ പ്രകാരം നമ്മളോട് പറയുന്നു. എന്താണ് പറയുന്നത് നമ്മളോട്? നിങ്ങൾക്ക് ഞാൻ അധികാരം തരുന്നു, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരു വിറ്റ്നസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പാപത്തിനെ നിങ്ങൾ ഏറ്റുപറയണം. പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ ആ പാപത്തിൽ നിന്ന് മുക്തനാവും. ആ പാപത്തിൻ്റെ പ്രാർത്ഥന നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അവൻ പാപം ചെയ്യാതിരിക്കട്ടെ, അതിന് നിങ്ങൾക്ക് തന്നെ സാമർഥ്യം ഞാൻ തരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ വചനത്തിൽ പഠിക്കുന്നത് നമുക്ക് പാപത്തിൽ നിന്ന് നമുക്ക് ഒരുത്തനെ മുക്തനാക്കാനുള്ള ശക്തി നമുക്ക് കലീശയിൽ നമുക്കുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം നമ്മൾ പാപത്തിൽ നിന്ന് മുക്തരാക്കാനായിട്ടുള്ള സാമർഥ്യവും നമുക്ക് യേശുക്രിസ്തു തന്നേച്ചാ പോയിരിക്കുന്നത്. അപ്പം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഹിബ്രുവിൽ നമ്മുടെ ഇബ്രാനി പുസ്തകത്തിൽ 10-ാം അധ്യായം 25 പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും എന്നാണ് പറയുന്നത്.
കലീശയിൽ ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രാർത്ഥനയിൽ, ഒരു ചിന്തയിൽ, ഒരു ചിന്താഗതിയിൽ നമ്മൾ നിൽക്കാം. അല്ല ചുമ്മാ നമ്മൾ ഒരു കലീശ കൊടുക്കുമ്പോൾ ആ കലീശയിൽ നമ്മൾ നമ്മുടെ തോന്നി പോലെ നമ്മൾ നടക്കുകയും ആ കൂട്ടായ്മ നമ്മൾ ലോകരെ കാണിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ട് അവിടെ ആ കലീശയിൽ വന്നിട്ട് അർത്ഥമില്ല. നമ്മൾ അവിടെ എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. കുടുംബത്തിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ അവിടെ ദൈവിക പ്രയോഗങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ സങ്കീർത്തനം 133 വാക്യത്തിൽ പറയുന്നു, ഒറ്റയായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ അവിടെ ആശീഷം നമുക്ക് കിട്ടുന്നുള്ളൂ. ആ ആശീഷം നമ്മൾ വാങ്ങിക്കാനായിട്ട് പഠിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ 11-ാം ദിവസം ഈ വലിയൊരു ഉപവാസത്തിൽ നമ്മൾ നമ്മുടെ ആത്മീയ ശുദ്ധിയും സമൂഹ പ്രാർത്ഥനയും നമ്മളെ തന്നെ ജാഗ്രതരാക്കി തീർക്കുവാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ സമൂഹ പ്രാർത്ഥനയിൽ 2-3 വ്യക്തികൾ ഉപവാസ പ്രാർത്ഥന നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം നമുക്കുണ്ടാകുന്നുണ്ട്. പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാനായിട്ട്, നമുക്ക് ബന്ധനത്തിൽ നിന്ന് നമ്മളെ അഴിച്ചുവിടുവാനായിട്ട്, നമുക്ക് ഈ പറയുന്ന ക്ഷമയിൽ നിന്ന് നമ്മളെ ക്ഷമ വിടിയിരുത്തൽ നടത്താനായിട്ട് ഈ കൂട്ടായ്മ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ. യഹോവ നമുക്ക് തന്നിരിക്കുന്ന അധികാരങ്ങൾ, ആ പ്രാർത്ഥനയിൽ കൂടെ ഒരു മനസ്സ്, ഒരു ചിന്ത, ഒരു ഹൃദയം കൊണ്ട് നമുക്ക് അത് സാധിച്ചെടുക്കാൻ സാധിക്കും. പരസ്പരം ഹൃദയം ഒന്നായെങ്കിൽ മാത്രമേ ഈ പറയുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മുടെ കുടുംബപരമായ പ്രാർത്ഥനയിലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ആവശ്യമാണ്. കലീശയിൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ നേതാക്കന്മാരും സേവകർക്കും രാഷ്ട്രത്തിനും ഒറ്റ മനസ്സോടുകൂടി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ രാഷ്ട്രവും ആ വീടും എല്ലാം അഭിവൃദ്ധി പ്രാപിക്കുന്നു. നമ്മുടെ മുഖ്യമായിട്ട് നമുക്കിതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അധികാരത്തിൻ്റെ അധികാരം കിട്ടണമെന്നുണ്ടെങ്കിൽ താഴ്മയെ കൂടുതൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമുക്ക് കിട്ടേണ്ട അധികാരം, ആത്മീയ ശക്തി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ താഴ്മയുള്ളവരായി തീരണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ. അതുകൊണ്ടാണ് നമ്മളെ മത്യാസിനെ തിരഞ്ഞെടുക്കുമ്പോൾ താഴ്മയോടുകൂടി പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് അധികാരം കിട്ടിയത്. അത് ശക്തി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ ശക്തി നമുക്ക് കിട്ടുന്നുള്ളൂ. അത് ഒറ്റ ശക്തിയായിട്ട് നിന്നുകൊണ്ട് താഴ്മയോടുകൂടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ യഹോവ നമ്മുടെ ഇടയ്ക്കുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ യഹോവ അവിടെ പ്രകടമായിരിക്കും, അവിടെ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ എവിടെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിക്കുന്നു, ഒറ്റയായിട്ട് നിൽക്കുന്നു, ഏകനായിട്ട് നിൽക്കാതെ ഒറ്റയായിട്ട് നിൽക്കുന്നു, അവിടെ നമുക്ക് ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനത്തെ ഈ വചനങ്ങൾ നമ്മൾ കണ്ടത്, ഇത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18 തൊട്ട് 20 വരെയുള്ള വചനങ്ങൾ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതായത് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആശീഷങ്ങൾ കിട്ടുന്നു, നമുക്ക് പവിത്രാത്മാവ് അവിടെ വരുന്നു. വീടുകളിലായിരുന്നാലും 2-3 പേര് ഇരുന്ന് ഒറ്റക്കെട്ടായിട്ട് ഒറ്റ മനസ്സോട് ഒറ്റ ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വരുന്നു. നമുക്ക് മറ്റുള്ളവർക്ക് ക്ഷമിക്കാനും മറ്റുള്ളവരെ ഒറ്റക്കെട്ടായിട്ട് നിന്നും അവർക്ക് ആശീഷം കൊടുക്കാനും അവർക്ക് ബന്ധനങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കാനുമുള്ള ശക്തി നമുക്ക് യഹോവ നമുക്കിവിടെ ഭൂമിയിൽ തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ കലീശയിലുള്ള അശുദ്ധികളെല്ലാം വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ. ഈ 11-ാമത്തെ ദിവസം നമുക്കതിന് പ്രയോജനപ്പെടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് അത് അഭിവൃദ്ധിയായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിനെ നമ്മുടെ കലീശയ്ക്കും അത് ഉന്നതപരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു മനസ്സ്, ഒരു ഹൃദയം, ഒരു ചിന്താഗതിയിൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് നമ്മൾ അതിനു വേണ്ടി നമ്മൾ യഹോവയോട് വീണ്ടും വീണ് അപേക്ഷിച്ച് താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുന്നു. God bless to all.